ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പരസ്യ പ്രസ്താവന വിലക്കിയെങ്കിലും ലീഗ് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ആദ്യം KM ഷാജിയും പിന്നെ ET മുഹമ്മദ് ബഷീറും തുറന്നു പറഞ്ഞതും സാദിഖ് അലി തങ്ങൾ പറയാതെ വ്യക്തമാക്കിയതും കോൺഗ്രസിന്റെ VD സതീശന്റെ അഭിപ്രായമല്ല ലീഗിനുള്ളത് എന്നാണ്. പറഞ്ഞ് വഷളാക്കരുത് എന്ന മുന്നറിയിപ്പില്ലാതെ തിരുത്താനോ പിൻവലിക്കാനോ സതീശൻ തയ്യാറായിട്ടില്ല. പ്രതികരണങ്ങൾ വിലക്കിയെങ്കിലും പ്രശ്നം ബാക്കിയാണ്. മുനമ്പത്തൊരു നിലപാടില്ലേ UDFന്? ചോദ്യം ഇതാണ്. മുനമ്പത്ത് ഭിന്നിച്ചു. ചർച്ചയിൽ MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറുണ്ട്. CPM പ്രതിനിധി വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ ആണ്. BJPയിൽ നിന്നും ശങ്കുട്ടിദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ MN കാരശ്ശേരി. ഫസൽ ഗഫൂർ എത്തുന്നേയുള്ളൂ. ആദ്യം ഞാൻ ശ്രീ KN ഉണ്ണികൃഷ്ണനിലേക്ക്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ UDFിൽ നിന്ന് വന്നിരിക്കുന്ന വ്യത്യസ്ത പ്രതികരണങ്ങൾ താങ്കളും കണ്ടിരിക്കുമല്ലോ. ലീഗിൽ നിന്ന് തന്നെ പല രൂപത്തിലാണ് പ്രതികരണങ്ങൾ വന്നത്. ഇത് വഖഫ് ഭൂമിയാണ്, VD സതീശനെ തിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ VD സതീശൻ പറഞ്ഞതല്ല യാഥാർത്ഥ്യം എന്ന രീതിയിൽ KM ഷാജി പറയുന്നു. അതിനെ ശരിവെച്ചുകൊണ്ട് ET പറയുന്നു. അതിനുശേഷം സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞ പ്രതികരണങ്ങളും കണ്ടു. പക്ഷേ ഏറ്റവും ഒടുവിൽ ലീഗ് ഔദ്യോഗികമായി എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്, സർക്കാർ മാത്രമാണ് തീരുമാനമെടുക്കേണ്ടത് എന്നതാണ്. എന്തുകൊണ്ടാണ് സർക്കാർ മുനമ്പത്തിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ വൈകിക്കുന്നത്? ശ്രീ ഉണ്ണികൃഷ്ണൻ, കേൾക്കാമോ? ഡോക്ടർ MN കാരശ്ശേരി, ലീഗിലെ വ്യത്യസ്ത പ്രതികരണങ്ങൾ താങ്കൾ കണ്ടല്ലോ. കോൺഗ്രസിന് ഒരു നിലപാടുണ്ട്. അതിപ്പോൾ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പാക്കാൻ വളമിട്ട് കൊടുക്കരുത്, അതിൽ ശ്രദ്ധ വേണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ലീഗിൻ്റെ വ്യത്യസ്ത പ്രതികരണങ്ങളെ താങ്കൾ എങ്ങനെ കാണുന്നു? സ്മൃതി, ഈ പ്രശ്നം കഴിയുന്ന വേഗം പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സാമുദായികമായ ചേരിതിരിവ്, ധ്രുവീകരണം ഉണ്ടാവും. CPM അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി ഭരണകൂടം അത് പരിഹരിക്കാത്തത് UDFിൽ അത് പിളർപ്പുണ്ടാക്കും എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയാണ്. അത് ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു. എൻ്റെ കണക്കിന് യാതൊരു ആലോചനയില്ലാതെയാണ് ലീഗിൻ്റെ നേതാക്കന്മാർ സംസാരിക്കുന്നത്. കാരണം 1902 ആരംഭിക്കുന്ന ഒരു സങ്കീർണ പ്രശ്നമാണ് മുനമ്പത്തേത്. അവിടെ 404 ഏക്കർ ഭൂമിയും 60 ഏക്കർ ചതുപ്പും സേട്ടിന് തിരുവിതാംകൂർ ഗവൺമെൻറ് പാട്ടത്തിന് കൊടുക്കുകയാണ്. ആ ഭൂമിയാണ് 1948 അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ആ ഭൂമിയാണ് പിന്നെ 1950 നവംബർ 1 ഫാറൂഖ് കോളേജിന് കൊടുക്കുന്നത്. അപ്പോൾ ഫാറൂഖ് കോളേജിന് കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയാണ്, അത് വഖഫ് ഭൂമിയാണെങ്കിൽ ഫാറൂഖ് കോളേജ് ഇല്ലാതാകുന്ന കാലത്ത് തൻ്റെ അനന്തരാവകാശികളിലേക്ക് ഈ ഭൂസ്വത്ത് മടക്കണം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു വഖഫ് രജിസ്ട്രേഷൻ ഉണ്ടോ? വഖഫ് എന്ന് പറഞ്ഞാൽ അത് എന്നേക്കുമായിട്ട് ദൈവത്തിൻ്റെ മാർഗത്തിൽ ഉപേക്ഷിക്കുന്നതിനെയാണ്, ദാനം ചെയ്യാണ്. അത് മടങ്ങുന്ന പരിപാടിയില്ല. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഞാൻ ആ രേഖ കണ്ടിട്ടില്ല, ക്രയവിക്രയാധികാരം ഫാറൂഖ് കോളേജിന് ഉണ്ട് എന്ന് അതിൻ്റെ ആധാരത്തിൽ പറയുന്നുണ്ട് എന്നാ. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കണ്ടിട്ടില്ല. മറ്റേതിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇത് ഫാറൂഖ് കോളേജ് ഇല്ലാതെ ആവുമ്പോൾ അത് അന്തരാവാസികൾക്ക് മടങ്ങുന്നു. ആ മടങ്ങുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് വഖഫ് ഭൂമി അല്ല എന്നാണ്. ക്രയവിക്രയാധികാരമില്ലാത്ത ഫാറൂഖ് കോളേജ് എങ്ങനെയാണ് 1987 ധാരണ അനുസരിച്ച് ഇവർക്ക് ഭൂമി വിൽക്കുക? 33 ലക്ഷം രൂപ ഫാറൂഖ് കോളേജ് അന്ന് വാങ്ങിയിട്ടുണ്ട്. അത് എന്ത് അധികാരത്തിലാണ് ഫാറൂഖ് കോളേജ് വിറ്റത്? അതിന് അവിടുത്തെ 600ഓളം കുടുംബങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഇരകളായി തീരുക? അപ്പോൾ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നതിന് എൻ്റെ ധാരണ അനുസരിച്ച് യാതൊരു നിയമപരമായ സാധുതയും ഇല്ല. പിന്നെ അവിടുത്തെ ഭൂരിപക്ഷം ആളുകൾ ക്രിസ്തീയ വിശ്വാസികളാണ്. അവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്,
എത്ര കൊല്ലമായിട്ടുള്ളതാണ്, അവരുടെ തലമുറകളായിട്ട് അവിടെ താമസിക്കുന്നതാണ് അവിടുത്തെ മീൻപിടുത്തക്കാരൊക്കെ. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാതിരുന്നാൽ അത് വലിയ അലയൊലികൾ ഉണ്ടാക്കുക, വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുക UDF-ലാണ്. കാരണം ലീഗിനകത്ത് തന്നെ പല പ്രശ്നമുണ്ട്. ഇപ്പോൾ സുന്നികൾ മുഴുവൻ, മുസ്ലിങ്ങളുടെ സുന്നികൾ മുഴുവൻ വിചാരിക്കുന്നത് ഇത് വഖഫ് ഭൂമിയാണ് എന്നാണ്. അവർ കുറ്റപ്പെടുന്ന ആരെയാണ്? ഫറൂഖ് കോളേജിൻ്റെ വഹാബികളായ മുജാഹിദുകളായ ആളുകളുടെ നേതൃത്വം കൊണ്ടാണ് ഇതൊക്കെ പറ്റിയെന്നാണ്. 48-ൽ അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ് KM സീതി സാഹിബാണ്. അപ്പോൾ അവർ മുജാഹിദുകളെ അടിക്കാനുള്ള വടിയായിട്ട് അത് എടുക്കുന്നത്. പിന്നെ ലീഗിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം എന്തൊക്കെയാണ് ഉണ്ടായി വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇത് പറഞ്ഞാൽ UDF-ന് ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ലീഗ് നേതാക്കന്മാർ എന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് എനിക്കറിയില്ല. അത് അവരുടെ രാഷ്ട്രീയ പ്രശ്നം. പക്ഷേ നമ്മളെ നാട്ടുകാരുടെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ ഇത് ഇനിയിപ്പോൾ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് സാങ്കേതികമായി ഇപ്പോൾ നിസാർ കമ്മീഷൻ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചത്, ഇതിനുവേണ്ടി ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ്. ഇത് വഖഫിന് അവകാശപ്പെടാവുന്നതാണ് എന്നാ. അപ്പോൾ ഇവരൊക്കെ ഭൂമി വില കൊടുത്ത് വാങ്ങിയതാണ്. ഫറൂഖ് കോളേജിനോട് വില കൊടുത്ത് വാങ്ങിയ ഭൂമി, അവർ കരമടച്ചുകൊണ്ടിരുന്ന ഭൂമി, ഒരു ഘട്ടത്തിൽ അവർ മനസ്സിലാക്കുകയാണ് ഇത് വഖഫ് ബോർഡിൻ്റെ മുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്യായമല്ലേ അത്? അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല സമുദായ സൗഹാർദ്ദം നശിപ്പിക്കാത്ത മട്ടിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിക്കാൻ വേണ്ടത്. ഇതിലൂടെ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുന്ന പണി CPM അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, CPM ആണ് നിലപാടെടുക്കേണ്ടത്, സർക്കാരാണ് നിലപാടെടുക്കേണ്ടത് എന്നുള്ളതാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാം. ഡോക്ടർ MN കാരശ്ശേരി പറഞ്ഞതും താങ്കൾ കേട്ടിരിക്കുമല്ലോ. സർക്കാരിന്റെ നിലപാടാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരശ്ശേരി മാഷ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ശരി, സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രതിപക്ഷവും ഇന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഡോക്ടർ MN കാരശ്ശേരിയും പറയുന്നത് ഇപ്പോൾ UDF-നകത്തൊരു ഭിന്നിപ്പുണ്ടാകാൻ CPM കാത്തിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് കൂടിയാണ്. എന്തുകൊണ്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. CPIM ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നേയില്ല. ഇത് തികച്ചും പാവപ്പെട്ട ആളുകളുടെ കിടപ്പാടത്തിൻ്റെ പ്രശ്നമാണ്. സർക്കാരിൻ്റെ നിലപാട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണം എന്ന് തന്നെയാണ്. സർക്കാർ അവിടുത്തെ ജനങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ടാണല്ലോ നവംബർ 22-ാം തീയതി മുഖ്യമന്ത്രി അദ്ദേഹം ഉന്നതതല മന്ത്രിതല യോഗം വിളിച്ചു ചേർത്ത് ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുത്തത്. അവിടെ താമസിക്കുന്ന കരമടച്ച് ആ ഭൂമിയുടെ അവകാശം സംരക്ഷിച്ചു പോകുന്നിരുന്ന ആളുകൾ അവരുടെ കൂടെ നിന്നുകൊണ്ടുള്ള തീരുമാനമല്ല എടുത്തത്. അതായത് പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തിലെ അന്നത്തെ വടക്കേക്കര വില്ലേജിലെ പഴയ സർവേ നമ്പർ 18-1 ഉൾപ്പെട്ട വസ്തുവിൻ്റെ ഇന്നത്തെ നിലവിലുള്ള കിടപ്പ്, സ്വഭാവം, വ്യാപ്തി എന്നിവ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാണ് ജുഡീഷ്യൽ കമ്മീഷൻ നിശ്ചയിച്ചത്. അപ്പോൾ അവിടെ താമസിക്കുന്ന ശരിയായ താമസക്കാരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാമെന്ന് അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യാനാണ് ജുഡീഷ്യൽ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നതിന് മുമ്പ് സമരക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. സമരക്കാർ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരുമായി വന്നു ചേർന്ന് അവർ മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും വഖഫ് മന്ത്രിക്കും നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ആശയങ്ങൾ കൈമാറിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബന്ധപ്പെട്ട മന്ത്രിമാരോട് സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം കേട്ടതിന് ശേഷമാണ് ഇതിലെടുക്കേണ്ട ഒരു തീരുമാനമെന്ന നിലയിൽ, പ്രത്യേകിച്ച് നിയമപ്രശ്നങ്ങൾ കൂടി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇവർക്ക് നിയമപരമായ പരിരക്ഷ എങ്ങനെ ലഭ്യമാക്കാമെന്നുള്ള സർക്കാരിൻ്റെ ആത്മാർത്ഥമായ പരിശ്രമമാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ തീരുമാനത്തിലേക്ക് എത്തിയത്. ആ തീരുമാനം എത്തിയ തൊട്ടടുത്ത ദിവസം സമരക്കാരുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി, ഓൺലൈൻ യോഗം നടത്തി. ആ ഓൺലൈൻ യോഗത്തിൽ സമരക്കാരെ പിന്തുണച്ചുകൊണ്ട് 2 പ്രധാനപ്പെട്ട ബിഷപ്പുമാരും അതിൽ പങ്കെടുക്കുകയും അവർ സർക്കാരിൻ്റെ തീരുമാനത്തെ സഹർഷം സ്വാഗതം ചെയ്യുകയുമാണ് ചെയ്തത്. ഇവിടെ വിഷമം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കുമാണ്. ഒരു സംശയം, ഇതുവരെ ഈ വിഷയം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന നിലപാട് കേൾക്കാമല്ലോ.
തീർച്ചയായും ഇവിടെ ഈ വിഷയം വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന നിലപാട് സർക്കാരിനുമുണ്ട്, പ്രതിപക്ഷത്തിനുമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും ആവർത്തിച്ചു പറഞ്ഞിരുന്നത്. മുനമ്പം വിഷയത്തിൽ അവിടുത്തെ താമസക്കാരുടെ അവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ, അവരുടെ ആശങ്ക ഒട്ടും വർദ്ധിപ്പിക്കാത്ത രീതിയിൽ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് ആ വിഷയത്തിൽ വളരെ ശ്രദ്ധിച്ചാണ് പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ ലീഗ് ഇന്ന് അതിൽ നിന്നും വിട്ടുപോയോ? ലീഗിലെ ചില നേതാക്കളെങ്കിലും അതാണോ മനസ്സിലാക്കുന്നത്? അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരെ പ്രീതിപ്പെടുത്താനായിരിക്കും എന്നാണ് സി പി എം സംശയിക്കുന്നത്. തീർച്ചയായും പ്രതിപക്ഷ നിരയിൽ തർക്കങ്ങൾ ഉണ്ടാകാവുന്നത് സ്വാഭാവികമാണ്. കാരണം ആ മുനമ്പത്തെ 602 കുടുംബങ്ങൾക്ക് കരമടക്കാനുള്ള സ്വാതന്ത്ര്യം വാങ്ങി നൽകിയ ഒരു ജനപ്രതിനിധിയാണ്, MLA ആണ് ഞാൻ. ആ തീരുമാനത്തിനെതിരായി കോടതിയിൽ ചോദ്യം ചെയ്തത് 2 മുസ്ലിം സഹോദരങ്ങളാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത് KPA മജീദ് എന്ന് പറയുന്ന UDF-ന്റെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗ് നേതാവാണ്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഈ നിലപാടെല്ലാം ഇരട്ടത്താപ്പ് നിറഞ്ഞ നിലപാടാണ്. അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു പാഴ്വേല മാത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ വഖഫ് ഭൂമി എന്നുള്ളത് സാങ്കേതികമായി വലിയ നൂലാമാലകളുള്ള വിഷയമാണ്. അത് വഖഫ് ഭൂമിയല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ലീഗിന് പറ്റുന്നില്ല. വഖഫ് ഭൂമിയാണ്. പക്ഷെ അതല്ലല്ലോ ഇപ്പോൾ പറയേണ്ടത്. കാരണം ഇതിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ആയാലും സാദിഖ് അലി തങ്ങളായാലും ഇപ്പോൾ ഈ സഭയുമായി വരാപ്പുഴ ബിഷപ്പുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയ ശേഷം നടത്തിയ പ്രതികരണത്തിൽ വഖഫ് എന്നുള്ള വിഷയം അവിടെ ഉന്നയിക്കുന്നില്ല. അവിടുത്തെ ആളുകളുടെ ബുദ്ധിമുട്ട്, അവിടുത്തെ ജനങ്ങളുടെ, പ്രദേശവാസികളുടെ അവരെ അവിടെ നിന്നും ഒഴിപ്പിക്കരുത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിലാണ് ഊന്നേണ്ടത്. മറ്റേ വിഷയം ഇപ്പോൾ പറയേണ്ടതല്ല. ഓരോന്നിനും ഒരു ഔചിത്യമുണ്ടല്ലോ. ഇപ്പോൾ അത് പറയേണ്ട വിഷയമല്ല എന്ന നിലപാട് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും എടുക്കുന്നു. പക്ഷേ KM ഷാജി മറിച്ചൊരു നിലപാടെടുക്കുകയാണ്. മുനമ്പം വലിയ പ്രശ്നമാണ്, വിചാരിക്കും പോലെ നിസ്സാരമല്ല, അത് വഖഫ് ഭൂമിയല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ലീഗിന് അങ്ങനെ അഭിപ്രായമില്ല എന്ന് പറയുന്നത് ഒരു പൊതുപരിപാടിയിലെ പ്രസംഗത്തിലാണ്. ഇന്ന് ET അത് ശരിവെച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഖഫ് ഭൂമിയാണ് എന്ന് ഇപ്പോൾ ഈ MA നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് വഖഫ് ഭൂമിയാണെന്നാണല്ലോ. അതിനുശേഷമുള്ള നടപടികളിലേക്കും കടന്നിരിക്കുന്നു. താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ്? ഇപ്പോൾ ഈ വഖഫ് ബോർഡ് ഈ ഭൂമിയുടെ അവകാശം പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല, ഫറൂഖ് കോളേജും വന്നിട്ടില്ല. പക്ഷേ അവിടെ ഒരു സംഘടനയല്ലേ ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ആ സംഘടനയുടെ പിന്നിലെ താല്പര്യങ്ങൾ എന്താണ്? വഖഫ് ബോർഡ് വന്നിട്ടുണ്ടല്ലോ, വഖഫ് ബോർഡിന് ക്ലെയിം ഉണ്ടല്ലോ. അല്ല, വഖഫ് ബോർഡ് ഇപ്പോൾ ഈ വിവാദത്തിലേക്ക് വന്നിട്ടില്ലല്ലോ. വഖഫ് സംരക്ഷണ സമിതിയല്ലേ കോടതിയിൽ പോയിരിക്കുന്നത്? വഖഫ് സംരക്ഷണ സമിതി വന്നിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്. വഖഫ് സംരക്ഷണ സമിതി ആരാണ്? ഈ വഖഫ് സംരക്ഷണ സമിതിക്ക് പിന്നിൽ? അതെ, അത് ഉത്തരം പറയേണ്ടത് അവർ തന്നെയാണ്, നമ്മളല്ല. അത് പ്രധാനമായിട്ടും അല്ല, താങ്കൾ അവിടുത്തെ സ്ഥലം MLA എന്ന നിലയ്ക്ക് താങ്കളുടെ മനസ്സിലാക്കലാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, 2019 വഖഫ് ബോർഡ് സ്വമേധയാ ഈ ഭൂമി വഖഫിൻ്റെതായി അവരുടെ രജിസ്റ്ററിൽ എഴുതി ചേർക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു പുതിയ നിയമപ്രശ്നമല്ലേ? മാത്രമല്ല, ഈ തർക്ക പ്രശ്നം അടുത്ത ആഴ്ച വഖഫ് ട്രിബ്യൂണലിൽ, കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള വഖഫ് ട്രിബ്യൂണലിൽ പരിഗണിക്കപ്പെടാൻ പോകുന്നൊരു വിഷയമാണ്. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നത്തിൽ, നിയമപരമായൊരു പ്രശ്നത്തിൽ വളരെ പെട്ടെന്നൊരു അഭിപ്രായം പറയുക എന്നുള്ളത് കോടതിയുടെ ഒരു തീരുമാനത്തിന് കാത്തിരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും തെറ്റായിരിക്കും. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് കരമടക്കാനുള്ള സ്വാതന്ത്ര്യം കോടതി വഴി തടഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായും ഇവർക്ക് നീതി ലഭിക്കണമെങ്കിൽ കരമടക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണം. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമെന്ന നിലയിൽ സർക്കാർ അവർക്ക് വേണ്ടി ഈ അഭ്യർത്ഥന കോടതി മുമ്പാകെ സമർപ്പിക്കും. ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ അദ്ദേഹം ഒരു യാത്രയിലാണ്, മദ്രാസ് യാത്രയിലാണ്. അദ്ദേഹം തിരിച്ചെത്തിക്കഴിഞ്ഞാൽ സർക്കാരിന് വേണ്ടി ഈ അഭ്യർത്ഥന കോടതി മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യും. അവർക്ക് ലീഗൽ പരിരക്ഷ കിട്ടുക എന്നുള്ളതാണ്, നിയമപരമായ പരിരക്ഷ അവർക്ക് ലഭിക്കുക എന്നുള്ളതാണ് ടേംസ് ഓഫ് റെഫറൻസിൽ, ജുഡീഷ്യൽ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ആദ്യ പരിഗണന നൽകുന്നതും അതുതന്നെയാണ് സർക്കാർ. ശരി, ഡോക്ടർ ഫസൽ ഗഫൂർ, ലീഗ് അതിൻ്റെ സാധാരണ രീതി വെടിയുകയാണോ എന്ന് സംശയമുണ്ട്. ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്ന ETയുടെ പ്രതികരണം, പിന്നീട് അത് മയപ്പെടുത്താൻ കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ സാദിഖ് അലി തങ്ങളും നടത്തിയ ശ്രമം, KM ഷാജി നേരത്തെ നടത്തിയ പ്രസംഗം, പ്രതിപക്ഷ നേതാവിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ, എന്താണ് UDF-ൽ സംഭവിക്കുന്നത്? താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ്? അല്ല, അതെന്താ വെച്ചാൽ പരക്കെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുന്നുണ്ട്. ഇത് വഖഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ളത്. അതിന് ഞാനൊരു ഉത്തരം പറഞ്ഞുതരാം. അതായത് മുസ്ലിം സംഘടനാ മീറ്റിങ്ങിൽ
അതിൽ MBS ഉണ്ടല്ലോ അതിൽ. ആ മീറ്റിങ്ങിൽ ഫറൂഖ് കോളേജിൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞത് ഇത് വഖഫല്ല, ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് എന്ന് നേരിട്ട് വന്ന് പറയണേ ചെയ്ത്. അപ്പോൾ അതാ എന്നെ ആ മത്സരം ചില മുസ്ലിം സംഘടനകളുടെ സൈഡിലിരുന്ന് അവരും നേരിട്ട് പറഞ്ഞൊന്നുമില്ല, അല്ലല്ല അങ്ങനെയൊന്നുമല്ല ഇത് വഖഫാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ തൽക്കാല തർക്കത്തിന് പോകണ്ട, കാരണം ഇതിപ്പോൾ തൽക്കാലം മുനമ്പിലെ ജനങ്ങളുടെ കാര്യം നമുക്ക് പരിഹരിക്കുക, അതുകൊണ്ട് നമ്മൾ ആ തർക്കം എടുത്തിട്ടുണ്ട എന്ന് പറഞ്ഞു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിയിൽ വരിക. ഇപ്പോൾ ഉദാഹരണമായിട്ട് വഖഫ് സംരക്ഷണ സമിതി അവർ കോടതിയിൽ പോയിരിക്കുകയാണ്. അവർ പോയിട്ട് എന്ത് പറഞ്ഞു, ഇത് വഖഫാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പുറത്തെ ഭാഗത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ എല്ലാവരുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറയണത്, നമ്മുടെ സക്കീർ, നമ്മുടെ PSC ചെയർമാൻ, അദ്ദേഹത്തെ ഞാൻ ഫോണിൽ ബന്ധപ്പോൾ അദ്ദേഹം പറഞ്ഞ് ആദ്യം തന്നെ ഇത് കോടതിയിൽ, അതായത് പറവൂർ മറ്റേ സബ് കോടതിയിൽ ഇത് വഖഫാന്ന് പറഞ്ഞു, പിന്നെ ഹൈക്കോടതിയിൽ ഇത് വഖഫാണെന്ന് പറഞ്ഞു. ഇങ്ങനെ കിടക്കുന്ന ഒരു വഖഫാണെന്ന് പറഞ്ഞ കിടക്കണ കാര്യത്തിൽ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ ഇപ്പോൾ തൽക്കാലം പറ്റൂല അന്ന് പറഞ്ഞ കേട്ടോ, ജുഡീഷ്യൽ കമ്മീഷനെ ഏർപ്പെടുത്തുന്നതിന് മുമ്പായിട്ട്. കാരണം ഇത് നിയമപരമായിട്ട് ഇത് വഖഫാണ്. അപ്പോൾ മറ്റൊരു കാര്യം എന്താ പറയുക, ഫറൂഖ് കോളേജ് മറ്റുള്ളൊരു കാര്യം ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചിട്ട് ക്രിമിനൽ പ്രൊസീഡിങ്സ് അവർക്കെതിരായിട്ട് വഖഫ് ബോർഡിൽ നടക്കും. അത് കോടതി നടപ്പാക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കുള്ള ജുഡീഷ്യലായിട്ടുള്ള നിയമപ്രകാരം അവർക്കെതിരായിട്ട് നടപടി വരും എന്നുള്ള കാര്യം ആണ് അതിൽ വന്നിട്ടുള്ളത്. അതിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കാരണം ആ കമ്മിറ്റിയിലുള്ള ആൾക്കാരൊക്കെ മരിച്ചുപോയി അന്ന് ഈ വിറ്റ കൂട്ടത്തിൽ, ഈ പോളിനെ ഏൽപ്പിച്ച കൂട്ടത്തിൽ. മനസ്സിലായി? ഇപ്പോൾ ഉള്ള പുതിയതായിട്ടുള്ള കുറേ കൂടെ ഈ അടുത്ത് വന്ന് ചേർന്നിട്ടുള്ള അംഗങ്ങളാണ്. അത് കാരശ്ശേരി മാസ്റ്റർക്ക് അറിയാലോ. അപ്പോൾ ആ അംഗങ്ങൾക്ക് പക്ഷേ ഓഫ് കോഴ്സ് നമ്മൾ പറയുക ഇൻ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. റെസ്പോണ്ടൻറ്റ് സുപ്പീരിയർ എന്നൊക്കെ പറഞ്ഞാൽ ഇൻ കണ്ടിന്യൂറ്റി ആണ് എപ്പോഴും ഒരു ഓർഗനൈസേഷനിൽ. ഇപ്പോൾ MESൽ ഞാൻ പ്രസിഡൻ്റ് ആയിരിക്കണം, 50-25 കൊല്ലം മുമ്പ് പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല, ഞാൻ എന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 3 കൊല്ലം 4 കൊല്ലം കൂടുമ്പോൾ ഒരു ഭരണത്തിലുള്ളവരെ ഞങ്ങൾ ബാധിക്കുന്നില്ല പറഞ്ഞു. അപ്പോൾ ആ നിലക്കാണ് ഇത് വന്നത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ ശരിക്കും ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പിന്നെ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ മുസ്ലിം ലീഗ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കും അറിയാം അവർ ആ സംസാരിച്ച രീതിയെ അവർ അംഗീകരിക്കുന്നില്ല. കാരണം സാദിഖ് അലി തങ്ങളുടെ പ്രസ് കോൺഫറൻസിൻ്റെ അവസാനത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അത് ആ തരത്തിലല്ല ഇത് കാണേണ്ടത് എന്നുള്ളത്. കുഞ്ഞാലിക്കുട്ടി പറയുന്നത് രസകരമായിട്ടാണ്, അത് വഖഫ് അല്ല എന്ന് ആരും പറഞ്ഞില്ല എന്ന്. മനസ്സിലല്ലേ? ET മുഹമ്മദ് ബഷീർ പറയുന്നത് അത് വഖഫ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷാജി ഇരട്ടി മൂപ്പര സ്ഥിരം ശൈലിയാണ്, ആ ശൈലിയിൽ അടിച്ചു വിട്ടിരിക്കുകയാണ് മൂപ്പര വഖഫാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഡോക്യുമെൻ്റ് കണ്ടിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റിൽ എഴുതിയിരിക്കുന്നത് വഖഫാണെന്നാണ്. അതിന് ഫറൂഖ് കോളേജ് കമ്മിറ്റിക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ക്ലോസ് ഉണ്ട്, വഖഫ് സ്വത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ ആ ക്ലോസൊന്നും നമ്മുടെ കമ്മീഷൻ്റെ ഇവിടുത്തെ വഖഫ് കമ്മീഷൻ ഇവിടുത്തെ ബോർഡ് പറയണമെന്ന് വെച്ചാൽ ഉള്ളിൽ എന്ത് എഴുതിയിരിക്കുന്നുള്ള വേറെ വിഷയമാണ്. വഖഫ് ചെയ്തെന്ന് പറഞ്ഞാൽ വഖഫ് സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. വഖഫ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, അതിൽ പല പ്രശ്നം ഉണ്ടാവും. ഉദാഹരണമായിട്ട് വഖഫിന് നമ്മൾ സ്ഥലം കൊടുത്ത് ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വയലാണ്, അല്ലെങ്കിൽ കോസ്റ്റൽ റെഗുലേഷൻ സോൺ ആക്ടിൽ പെട്ടാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് അത് വഖഫല്ലാതാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ജുഡീഷ്യലായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നു. പക്ഷേ അപ്പോൾ ഇതിൽ പറ്റിയിരിക്കുന്നത് വെച്ചാൽ സതീശൻ പറഞ്ഞല്ലോ, അദ്ദേഹം പഠിച്ചിട്ട് പറഞ്ഞാണ് ഈ കാര്യം എന്നുള്ളത്. പക്ഷേ അതിൽ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പഠിച്ചിട്ട് പറയണമെന്ന് വെച്ചാൽ ഗവൺമെൻറ് ബോഡിയാണ് പഠിക്കുന്നത്. ആ ഗവൺമെൻറ് ബോഡി പറഞ്ഞിട്ടുള്ളത്, അതായത് നമ്മുടെ വഖഫ് ബോർഡ് പറയുന്നത് ഇത് വഖഫാണ്. പക്ഷേ അത് എല്ലാവരും ഒരു സ്വരത്തിലാണ് സംസാരിക്കുന്നത്. എന്താണ് ആ സ്വരം? അവരെല്ലാവരും പറയുന്നത് ഈ മുനമ്പിൽ താമസിക്കുന്ന ജനങ്ങളെ ഒരു കാരണവശാലും അവിടെ നിന്ന് മാറ്റാം. വഖഫാണെങ്കിലും വേണ്ടില്ല, വഖഫ് അല്ലെങ്കിലും വേണ്ടില്ല. കുടിയൊഴിപ്പിക്കരുത് എന്നുള്ളതാണല്ലോ എല്ലാ സംഘടനകളും പറഞ്ഞിട്ടുള്ളത്. ഈ വഖഫ് സംരക്ഷണ സമിതി ഇവിടെ വന്നിരിക്കുന്നത് ആരെ സഹായിക്കാനാണ് എന്നൊരു സംശയം കൂടി അവിടെ നിൽക്കുകയാണല്ലോ ശ്രീ ഫസൽ ഗഫൂർ. ഇതിനകത്ത് SDPI PDP ഒഴിച്ചുള്ള മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളായാലും സംഘടനകളായാലും മുനമ്പത്തുനിന്ന് ആരെയും ഒഴിപ്പിക്കേണ്ട എന്ന നിലപാടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ലീഗിലെ ചില നേതാക്കളുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ ആരെ സഹായിക്കും? അല്ല, പ്രതികരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ചാനലിലിരിക്കുമ്പോഴൊക്കെ ചില മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയാറുണ്ട്. കാരണം പെട്ടെന്ന് ശ്രുതി ഒരു കാര്യം നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നു, ഞാൻ എൻ്റെ മനസ്സിൽ വരുന്നതനുസരിച്ച് ഒരു ഉത്തരം പറയുന്നു എന്നുള്ള രീതിയിൽ ഇത് ചാടിക്കയറി വെറുതെ കയറി, അത് ഓരോരുത്തരും ഒരു നേച്ചറുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, വളരെ ആലോചിച്ചിട്ട് സംസാരിക്കുന്ന ആളാണ് കുഞ്ഞാലിക്കുട്ടി. നമ്മൾ കുഞ്ഞാലിക്കുട്ടിയുടെ സ്പീച്ച് കേട്ട് കഴിഞ്ഞാൽ അവസാനം നമുക്ക് തന്നെ മനസ്സിലാവില്ല മൂപ്പർ എന്താ പറഞ്ഞതെന്ന്, മനസ്സിലല്ലേ? അതേസമയം ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, PK ഫിറോസോ അല്ലെങ്കിൽ ഞാൻ ലീഗിൻ്റെ ആൾക്കാരെ പറയുന്നത്. അതേമാതിരി എല്ലാ പാർട്ടികളിലും ഉണ്ട് ഇങ്ങനെ അടിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ VD സതീഷിനെ അടിച്ച് പറയുന്ന ആളാണ്, K മുരളീധരൻ അടിച്ച് സിക്സർ അടിക്കുന്ന ആളാണ്, മനസ്സിലെ? അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊതുപരിപാടിയിൽ വെച്ച് സംസാരിച്ചതിനെ ലീഗ് തന്നെ പറയുന്നു ഞങ്ങളത് ഡിസോൺ ചെയ്യണമെന്ന് പറഞ്ഞ്.
ഞങ്ങൾ ഡിസോൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഇനി ചാനലിൽ ഇന്ന് ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ പോകണ്ട എന്നവർ പറഞ്ഞിരിക്കുന്നില്ല. അത് ഒരു വലിയൊരു വിഷയമായിരിക്കും, അത് വലിയ വിഷയമായി നിൽക്കും. മാത്രമല്ല KM ഷാജിയെയും ET ഒന്നും അങ്ങനെ തടയാൻ പറ്റില്ല എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവരുടെ നിലപാടാണോ, അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും നിലപാടിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ തീവ്ര നിലപാടുള്ളവരെ കൂടെ ചേർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ വിട്ടുപോകാതിരിക്കാൻ എടുക്കുന്ന ഒരു ശ്രമമായിട്ടാണോ അതിനെ കാണേണ്ടത്? അല്ലല്ല, അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു നിഗമനമാണ്. എന്താ കാരണം വെച്ചാൽ ഞാനിവരൊക്കെ ഇവരെന്താ ഇവരെ പരിപാടി എന്നൊക്കെ എനിക്ക് നല്ലോണം അറിയണം. ഇവരുടെ സ്വഭാവമൊക്കെ നല്ല, ഞാൻ കുട്ടിക്കാലത്തെ കാണുന്നതാണ് ഇവരൊക്കെ. അപ്പോൾ മാഷർക്കും അറിയാം, ഇതേ ഷാജി തന്നെയല്ലേ തീവ്രവാദത്തിനെതിരായിട്ട് ഭയങ്കര ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് ഭയങ്കര വെള്ളം കൂട്ടി. പിന്നെ എന്താ പ്രശ്നം എന്നറിയോ, ഒരു കാലത്ത് ഇവർ പറയും ജമാഅത്തെ ഇസ്ലാമിയായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയും. കുറേ കഴിയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ നടക്കണമെന്നാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആശയപരമായിട്ട് മുസ്ലിം സംഘടനകളിലൊക്കെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ആ കൂട്ടത്തിൽ പെട്ട ഒരു കൺഫ്യൂഷൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ഏതായാലും അതൊരു ഇപ്പോൾ ലീഗിൽ 2 ഗ്രൂപ്പ് ഉണ്ടാവുകയും ആ 2 ഗ്രൂപ്പുകൾ ഇതിൻ്റെ പേരിൽ അടിപിടി കൂടുകയൊന്നും ചെയ്യില്ല. ഇതിപ്പോൾ ഇന്നത്തോടു കൂടിയിട്ട് ഈ സംസാരം കഴിഞ്ഞു. കാരണം തങ്ങൾ പറഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആ തങ്ങൾ പറഞ്ഞെന്നുള്ളതാണ് അതിൻ്റെ അന്തിമമായിട്ട് ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് ടുഡേ ലീഗിൻ്റെ. നാളെ എന്തായിരിക്കും എന്നുള്ള അങ്ങനെ ഒരു പെർമനൻ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിക്റ്റേറ്റർഷിപ്പ് ഒന്നുമല്ല അത്, മനസ്സിലായില്ലേ? അല്ല പ്രസിഡന്റ് എലക്ട് ഫോർ ലൈഫ് ഒന്നുമല്ല കോൺസ്റ്റിറ്റ്യൂഷണലി, അതല്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ നാളെ ചിലപ്പോൾ ഇതിനെതിരായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ സമസ്തയുടെ ഭയങ്കര വഴക്ക് നടക്കുന്നില്ലേ, പ്രോ മുസ്ലിം ലീഗും ആൻറ്റി മുസ്ലിം ലീഗുമായിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടും ലീഗിൽ ആയിരുന്നവരാണല്ലോ. സമസ്ത എന്ന് പറഞ്ഞാൽ മുഴുവൻ ലീഗായിട്ടുള്ള ആൾക്കാരാണ്. ആ ലീഗായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ 2ആയിട്ട് പിരിഞ്ഞുകൊണ്ട് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഒത്തീർപ്പാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഫുള്ളായിട്ട് കണ്ടില്ല, അവർ ഒത്തീർപ്പാക്കി കാണുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഒത്തീർപ്പാക്കില്ല, അവിടേക്ക് എത്തിയില്ല, അതുകൊണ്ട് ഒന്നുകൂടി യോഗം ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മടങ്ങിയെത്താം. ശ്രീ ശങ്കുട്ടി ദാസ്, ഇപ്പോൾ മുനമ്പത്തെ ജനതയ്ക്ക് ലീഗിന്റെ ഔദാര്യം ആവശ്യമില്ല എന്നാണ് വി മുരളീധരൻ ഇന്ന് പ്രതികരിച്ചത്. യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങളെ 600ഓളം വരുന്ന കുടുംബങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ അനുവദിക്കില്ല, അങ്ങനൊരു സംഭവം ഉണ്ടാകില്ല എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു നിലപാട് BJP എന്തിനെടുക്കണം? എന്തടിസ്ഥാനത്തിലാണ് മുനമ്പത്തെ ജനങ്ങളെ ഇറക്കിവിടില്ലെന്ന് ഇവർ പറയുന്നത്? കാരണം ഇവർ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി തന്നെയാണ് എന്നതാണ്. ആ പറയുന്ന കാര്യത്തിൽ അവർക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ വഖഫ് ഭൂമിയിൽ നിന്ന് കയ്യേറ്റം ഒഴിപ്പിക്കാതിരിക്കാൻ നിലവിലെ വഖഫ് നിയമത്തിൽ സാധിക്കുമോ? ഇത് വഖഫ് ഭൂമിയാണെന്നുള്ള മുസ്ലിം ലീഗിൻ്റെ വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മുനമ്പത്തെ ഈ 610 കുടുംബങ്ങളും എൻക്രോച്ചർമാരാണ്, കുടിയേറ്റക്കാരാണ്, അനധികൃത കയ്യേറ്റക്കാരാണ്. വഖഫ് നിയമത്തിലെ സെക്ഷൻ 54 റിമൂവൽ ഓഫ് എൻക്രോച്ച്മെന്റ് ഓഫ് വഖഫ് പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഒരു വഖഫ് ഭൂമിയിൽ അനധികൃതമായി ആരെങ്കിലും കയ്യേറി താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒഴിപ്പിക്കാനുള്ള രീതികൾ എന്താണ് എന്നാണ് വഖഫ് നിയമത്തിലെ സെക്ഷൻ 54 പറയുന്നത്. ഈ നിയമത്തിലെ തന്നെ 2013 അമെൻമെന്റ് പ്രകാരം വന്നിട്ടുള്ള സെക്ഷൻ 52A പ്രകാരം വഖഫ് ഭൂമി കുടിയേറി താമസിക്കുന്ന ആൾക്കാർക്ക് 2 വർഷം വരെ തടവ് കൊടുക്കാൻ കോഗ്നിസിബിൾ ആയിട്ടുള്ള നോൺ വെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ നിയമം നിൽക്കുമ്പോൾ നിയമം നടപ്പാക്കില്ല എന്നാണ് ഇവരുടെ വാദം. വഖഫ് നിയമത്തിൽ ഇങ്ങനെയൊക്കെ പ്രൊവിഷൻ ഉണ്ട്, പക്ഷേ വഖഫ് നിയമം ഞങ്ങൾ മുനമ്പത്തിൻ്റെ കാര്യത്തിൽ നടപ്പാക്കില്ല എന്നാണോ? ഇത് വെറുതെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. തൽക്കാലം നിങ്ങൾ പക്ഷേ മുനമ്പത്തിൻ്റെ കാര്യത്തിലൊരു ബാൻഡേജ് സൊല്യൂഷൻ ഉണ്ടാക്കുമായിരിക്കും. വഖഫ് ബോർഡിന് മറ്റേതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ പകരം ഭൂമി കൊടുക്കുകയോ അല്ലെങ്കിൽ മുനമ്പം നിവാസികളെ നിങ്ങൾ പുനരധിവസിപ്പിക്കുകയോ ചെയ്തേക്കാം. പക്ഷേ വഖഫ് ബോർഡ് അവിടെയുള്ള 600ഓളം വരുന്ന കുടുംബങ്ങളെ ഇറക്കി വിടണമെന്നും ആ ഭൂമി ഞങ്ങൾക്ക് ഉടനെ തിരിച്ചു കിട്ടണമെന്നും വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? വഖഫ് ബോർഡ് എപ്പോഴാണ് ഈ കേസിൽ വരുന്നത്? നിങ്ങൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം. അതായത് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നിലപാട് മുസ്ലിം ലീഗ് പറഞ്ഞു. ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. ഒക്ടോബർ 3 ഈ സമരമൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ഒക്ടോബർ 3 VD സതീശൻ മുനമ്പത്തെ ഫിഷർമാൻ ലൈനിൽ പോയി അവിടുത്തെ ആളുകളോട് സംസാരിക്കുന്നുണ്ട്. അന്ന് VD സതീശൻ വളരെ ആധികാരികമായി പറയുന്നത്, ഞാൻ വെറുതെ പറയല്ല, ഞാൻ എല്ലാ മുസ്ലിം സംഘടനകളോടും മുസ്ലിം ലീഗിനോടും സംസാരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളോട് ഞാൻ സംസാരിച്ചു, PK കുഞ്ഞാലിക്കുട്ടി ഞാൻ സംസാരിച്ചു, എല്ലാ മുസ്ലിം സംഘടനകളോടും ഞാൻ സംസാരിച്ചു. അവരുടെ എല്ലാം അഭിപ്രായം ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ്.
ഇത് വഖഫ് ഭൂമിയേ അല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടുന്നത്? നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടുന്ന ഒരു നിലപാട് ആർക്കുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഇന്ന് ഒക്ടോബർ 3-ാം തീയതി അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. അതിനുശേഷം ഈ 7 ദിവസം മുൻപ് ഈ പറയുന്ന ഡിസംബർ 2-ാം തീയതി നിരാഹാര സമരത്തിൻ്റെ 51-ാമത്തെ ദിവസം, ഇന്നിപ്പോൾ നിരാഹാര സമരം തുടങ്ങിയിട്ട് 58 ദിവസമായല്ലോ, 51-ാമത്തെ ദിവസം വീണ്ടും വി ഡി സതീശൻ അവിടെ വന്നിട്ടുണ്ട്. അന്നും വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ് UDFന്റെ അഭിപ്രായം. ആ കാര്യത്തിൽ യാതൊരു ശങ്കുട്ടിദാസ്, ഇതിൽ അഭിപ്രായങ്ങളല്ലല്ലോ, എന്താണ് രേഖകളിൽ ഉള്ളത് എന്നല്ലേ പ്രധാനം. ശങ്കുട്ടിദാസ്, MA നിസാർ റിപ്പോർട്ട് എന്താണ് നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് എന്താണ്? രേഖകളിലുള്ളത് എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യം ഞാനൊന്ന് മുഴുപ്പിക്കട്ടെ. ഞാൻ ഈ ചർച്ചയിൽ അരമണിക്കൂർ കാത്തിരുന്നല്ലോ എൻ്റെ ഊഴത്തിന് വേണ്ടി. ഈ നവംബർ 18-ാം തീയതി പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസം അന്ന് പാണക്കാട് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗിൻ്റെ നിയമകാര്യ വിദഗ്ധനായിട്ടുള്ള മുഹമ്മദ് ഷാ എന്നിവർ ഉൾപ്പെടുന്ന ആളുകൾ എറണാകുളത്ത് പോയിട്ട് വാരാപ്പുഴ അതിരൂപതയിൽ ചെന്ന് ലത്തീൻ കത്തോലിക്ക സഭയുടെ മെത്രാന്മാരുമായും ബിഷപ്പുമായും കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ മുനമ്പത്തിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും വകയില്ല എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നവംബർ 18-ാം തീയതി കൂടി പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഇവരുടെ വലിയ പ്രയോറിറ്റി എന്താണ്? മുൻപത്തെ ജനങ്ങളല്ല. ഇപ്പോഴത്തെ ഇവരുടെ വലിയ പ്രയോറിറ്റി എന്താണ്? സമസ്തയിൽ നടക്കുന്ന സംഘർഷമാണ്. സമസ്തയിൽ 2 വിഭാഗങ്ങളായിട്ട് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി തന്നെയാണ്. അത് വഖഫ് ഭൂമി അല്ലെന്ന് പറയാൻ മുസ്ലിം ലീഗിന് എന്താ അവകാശം എന്ന് ചോദിക്കുന്നു. ഉമർ ഫൈസി മുക്കത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗമുണ്ട്. 2 വിഭാഗക്കാർക്കും 10 പേരെ വെച്ച് പ്രതിനിധികളായിട്ട് ചർച്ചയിൽ പങ്കെടുക്കാമെന്നായിരുന്നു ഇന്നലെ പറഞ്ഞത്. ഇന്ന് നടന്നിട്ടുള്ള ചർച്ചയിൽ 10 പ്രതിനിധികൾ പങ്കെടുത്തിട്ടില്ല. അത് വേറെ വിഷയം. അത് ഒരുപാട് വിഷയങ്ങളുണ്ട് ശങ്കുട്ടിദാസ്. അത് മുനമ്പം വിഷയം ചർച്ച ചെയ്യാനല്ല എന്ന് അവർ യോഗം കൂടിയത്. വി ഡി സതീശൻ മുനമ്പത്തെ ജനങ്ങളോട് നുണ പറയുകയായിരുന്നു. എല്ലാ മുസ്ലിം സംഘടനകളും ഈ അഭിപ്രായക്കാരാണ്. തങ്ങളോട് ഉൾപ്പെടെ ഞാൻ നമുക്ക് ഇതിലൊരു കോൺഗ്രസ് പ്രതിനിധി ഇല്ല എന്നുള്ളതൊരു പോരായ്മയുണ്ട്. പക്ഷെ ഞാൻ തങ്ങളോട് അഭിപ്രായം കിട്ടാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോൾ അവരെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി പറയേണ്ട ഒരു കാര്യം, അവരെ അവിടെ നിന്ന് ഇറക്കി വിടില്ല എന്നൊരു ഉറപ്പ് നൽകൽ തന്നെയാണ്. ആ ഉറപ്പാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കോൺഗ്രസ് ആയാലും CPM ആയാലും മുസ്ലിം ലീഗ് ആയാലും നൽകിയിട്ടുള്ളത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും വരാപ്പുഴ ബിഷപ്പിനെ പോയി കണ്ടു. അതിനുശേഷം ഇരു കൂട്ടരും തമ്മിലാണല്ലോ മാധ്യമങ്ങളെ കണ്ടത്. അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അജണ്ടയിൽ വീഴരുത് എന്നാണ് VD സതീശൻ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ടാണോ താങ്കൾ ഇപ്പോൾ VDക്കെതിരെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ എവിടെയാണ് ഈ ചിത്രത്തിൽ വന്നത്? ഞങ്ങൾ ഭിന്നിപ്പിക്കുകയാണെന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങളിതിൽ എന്താ ചെയ്യുന്നത്? അതായത് ഞങ്ങൾ ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കുമെന്നൊരു ഉറപ്പ് കിട്ടുകയാണെങ്കിൽ ഈ പറയുന്ന മുനമ്പത്തെ ജനങ്ങൾക്ക് ഇത് വഖഫ് ഭൂമിയല്ല, ആ ഭൂമിയിൽ ജീവിക്കാനുള്ള അവരുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കുന്നത് BJP മാത്രമാണെന്നിരിക്കെ ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടില്ലാതെ ഒരു ഉറപ്പ് കിട്ടുകയാണെങ്കിൽ ഇവരോട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. കാരണം വെറും 2400 ആൾക്കാർ മാത്രമേ ഉള്ളൂ. 2,40,000 വോട്ടിന് കോൺഗ്രസ് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് എറണാകുളം മണ്ഡലം. ഈ 2,400 ആൾക്കാർ എന്ത് ചെയ്താലും ഇവർക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ BJP ഇതൊരു വലിയ വിഷയമാക്കി കേരളത്തിൽ ഉടനീളം പ്രചരണം നടത്തി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് BJPയുടെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ മുനമ്പക്കാരോട് എന്തും ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ അതിനെ വർഗീയ വിഷയമാക്കുന്നു എന്നിടത്താണ് നിങ്ങളുടെ ഇടപെടൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഭയക്കുന്നത്. നിങ്ങൾ അതിനെ വർഗീയമാക്കുന്നു, മുസ്ലിം വിഭാഗവും അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗവുമായുള്ള ഒരു വിഷയമാക്കി നിങ്ങൾ അതിനെ മാറ്റുന്നു എന്ന് പറഞ്ഞോളൂ. ഞാൻ ഈ ചർച്ചയിൽ എവിടെയെങ്കിലും ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ വർഗീയതയല്ല ഇതിൽ ഒരു വർഗീയതയുടെ വിഷയമല്ല പറയുന്നത്. ഇത് വഖഫ് എന്ന് പറയുന്ന കിരാതമായിട്ടുള്ളൊരു നിയമത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞു നിസാർ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെയാണ് വന്നത്? നിസാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് എപ്പോഴാണ്? അതായത് 1950 ഈ പറയുന്ന സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ആള് ഈ ഫാറൂഖ് കോളേജിന് ഈ ഭൂമി എടപ്പള്ളി രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഇദ്ദേഹത്തിന്റെ അധികാരം എന്താണെന്നുള്ള കാര്യത്തിന് ആദ്യം തർക്കമാണ്. കാരണം എന്താ, 1902 തിരുവിതാംകൂർ മഹാരാജാവിന് വേണ്ടി ദിവാനാണ് അബ്ദുൾ സത്താർ സേട്ടിന് ഈ ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നത്. എന്താണ്, വിൽക്കുകയല്ല ചെയ്യുന്നത്, തീരാധാരം കൊടുക്കുകയല്ല ചെയ്യുന്നത്, പാട്ടത്തിന് കൊടുത്തിട്ടുള്ള ഭൂമിയാണ്, ലീസാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഭൂമി തലമുറയായിട്ട് കൈമാറി വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളിൽ ആരോ ഒരാളായിട്ടുള്ള ഒരു സിദ്ദിഖ് സേട്ട് 1948 സ്വന്തം പേരിലും സ്വന്തം പിതാവായിട്ടുള്ള മുസൽമാൻ സേട്ട് എന്നുള്ള പേരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നു. എങ്ങനെയാണ് ചെയ്യുക? പാട്ടഭൂമി എങ്ങനെയാണ് സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുക? ഇവിടെ എന്താ പറയുക, ജനാധിപത്യം നിലവിൽ വന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഈ പറയുന്ന തിരുവിതാംകൂർ മഹാരാജാവ് എന്ന് പറയുന്ന ഓഫീസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ പാട്ടങ്ങളും റദ്ദാവില്ലേ? ഈ ഭൂമി തിരിച്ച് ഗവൺമെന്റിലേക്ക് പോവില്ലേ? ഗവൺമെന്റിന്റെ ഭൂമി എങ്ങനെയാണ് ഒരാൾ സ്വന്തം പേരിലേക്ക് ചെയ്യുന്നത്? ആ ഭൂമി ഇദ്ദേഹം 1950 വഖഫ് ചെയ്തു എന്ന് പറയുന്നു. വഖഫ് കനോട്ട് ബി കണ്ടീഷണൽ. എൻ്റെ വഖഫ് ഈസ് എ ഇറിവോക്കബിൾ ട്രാൻസ്ഫർ. ഒരിക്കൽ
നിങ്ങൾ ഒരു ഭൂമി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ കാലത്തും വഖഫാണ്. എന്നാൽ ഈ പറയുന്ന വഖഫ് ആധാരം എന്ന് പറയുന്ന ആധാരത്തിൽ തന്നെ പറയുന്നു, എന്തെങ്കിലും കാരണവശാൽ ഫാറൂഖ് കോളേജ് ഈ ഭൂമി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ ഭൂമി എനിക്കോ എൻ്റെ അനന്തര തലമുറയ്ക്കോ തന്നെ കൈമാറി സിദ്ധിക്കുന്നതാണ് എന്ന് ഈ ആധാരത്തിൽ തന്നെ കൃത്യമായി പറയുമ്പോൾ ഇവിടെ ഇന്റൻഷൻ ഓഫ് ദ ടെസ്റ്റേറ്റർ, ഈ വില്ല് നടപ്പാക്കിയിട്ടുള്ള ആളുടെ ഇന്റൻഷൻ എന്തായിരുന്നു, അതൊരു പെർമനന്റ് ഡെഡിക്കേഷൻ ആയിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. 1960-കളിൽ ഫാറൂഖ് കോളേജാണ് ഈ കാര്യത്തിൽ നിയമവ്യവഹാരം നടത്തുന്നത്. 1960-ൽ നടന്നിട്ടുള്ള ഒരു കോടതി വ്യവഹാരത്തിലും വഖഫ് ബോർഡ് കക്ഷിയല്ല. നിങ്ങൾ ആലോചിക്കണം, 1962-ൽ പറവൂർ സബ് കോടതിയിൽ ഫാറൂഖ് കോളേജ് അവിടെയുള്ള കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂട്ട് ഫയൽ ചെയ്തു. ഈ 1955-ൽ വഖഫ് നിയമം നിലവിൽ വന്നല്ലോ. വഖഫ് നിയമത്തിലെ സെക്ഷൻ 92 പറയുന്നു, വഖഫുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും വഖഫ് ബോർഡ് ഒരു നിർബന്ധിത കക്ഷിയായിരിക്കണം. വഖഫ് ബോർഡ് ഈസ് എ നെസസറി പാർട്ടി ഇൻ ഓൾ സ്യൂട്ട്സ് റിലേറ്റിംഗ് ടു വഖഫ് പ്രോപ്പർട്ടി. എന്നാൽ 1962-ൽ നടത്തിയിട്ടുള്ള സൂട്ടിൽ വഖഫ് ബോർഡ് കക്ഷിയല്ല. അതിൽ ഫാറൂഖ് കോളേജ് പെറ്റീഷണറും അവിടെയുള്ള താമസക്കാരായിട്ടുള്ള മനുഷ്യന്മാർ റെസ്പോണ്ടൻസുമാണ്. അവിടെ തന്നെ അത് വഖഫല്ല എന്നുള്ളത് വ്യക്തമല്ലേ. അതിനുശേഷം ഫാറൂഖ് കോളേജിന്റെ അവകാശം സ്ഥാപിച്ചുകൊണ്ട് പറവൂർ സബ് കോടതി വിധി പറഞ്ഞു. ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ ഉണ്ടായി. 1975-ൽ ഹൈക്കോടതി ഇത് റെമിറ്റ് ചെയ്തു. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഹൈക്കോടതി ശരിവെച്ചു. ശരിയല്ല, ഹൈക്കോടതി ഇത് റിമാൻഡ് ചെയ്തു. രണ്ടാമത് ടൈറ്റിൽ സൂട്ട് ഡിസൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറവൂർ സബ് കോടതിയിലേക്ക് റിമാൻഡ് ചെയ്തു. പറവൂർ സബ് കോടതിയിൽ ഈ കേസ് 1988 വരെ നടന്നു. ഈ സമയത്ത് ഫാറൂഖ് കോളേജും ഈ പറയുന്ന എതിർകക്ഷികളും തമ്മിൽ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കി. കോടതിക്ക് പുറത്ത് വെച്ച് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഒരു തീരുമാനം ഉണ്ടാക്കി. ഫാറൂഖ് കോളേജിന്റെ കണ്ടൻഷൻ എന്താണ്? ഇത് വഖഫ് അല്ല, ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റാണ്, ഇഷ്ടദാനമാണ്, അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി കൈമാറാനുള്ള അവകാശം ഞങ്ങൾക്ക് ഉണ്ട് എന്നാണ്. അങ്ങനെ ഫാറൂഖ് കോളേജ് അവരുടെ വക്കീലായിരുന്ന അഡ്വക്കേറ്റ് റോയ്ക്ക് പവർ ഓഫ് അറ്റോർണി കൊടുക്കുകയും ഈ വക്കീല് ഈ ആളുകളിൽ നിന്ന് പണം മേടിച്ചിട്ട് ഇവർക്ക് ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതായത് 1988-നും 1993-നും ഇടയ്ക്ക് 299 ട്രാൻസ്ഫറുകൾ 33 ലക്ഷം രൂപ ഫാറൂഖ് കോളേജ് ഇനത്തിൽ മേടിച്ചു. ആ പൈസ മുഴുവൻ ഫാറൂഖ് കോളേജ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ചെലവഴിച്ചു. അപ്പോൾ ഫാറൂഖ് കോളേജ് വില കൊടുത്ത് വിറ്റ ഭൂമിയാണിത്. ഈ ആൾക്കാർ കാശ് കൊടുത്ത് മേടിച്ചു. അന്ന് സെന്റിന് 100 രൂപ ഉണ്ടായിരുന്ന സമയത്ത് 250 രൂപ കൊടുത്തിട്ടാണ് ആൾക്കാർ ഒരു സെന്റ് ഭൂമി മേടിച്ചതെന്ന് ആലോചിക്കണം. അതായത് 2 ഇരട്ടി വില കൊടുത്ത ആളുകൾ മേടിച്ചിട്ടുള്ള ഭൂമി അവർ സ്വന്തം പോലെ കൈവശം വെച്ച് അനുഭവിച്ച് വരുന്നു. അവർ കരമടയ്ക്കുന്നു, എല്ലാ കാര്യവും ചെയ്യുന്നു. 2004-ൽ നാസർ മനയിൽ എന്ന് പറയുന്ന ആള് സർക്കാരിലേക്ക് പരാതി കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട കോടതിയിൽ ഒരു അപേക്ഷ കൊടുക്കുന്നു. എന്താണ്? കേരളത്തിൽ ഏക്കർ കണക്കിന് വഖഫ് ഭൂമികൾ അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്, ഈ കാര്യങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുന്നു. 2008-ൽ VS അച്യുതാനന്ദൻ സർക്കാർ റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരുന്ന MA നിസാറിന്റെ നേതൃത്വത്തിൽ കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. ആ കമ്മീഷൻ കൃത്യമായ പഠനമേ നടത്തിയിട്ടില്ല. ഇത് ഞാൻ പറയല്ല, ഇത് മുസ്ലിം ലീഗിന്റെ അഭിഭാഷകനായിട്ടുള്ള മുഹമ്മദ് ഷാ മുന്നേ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടാണ്. ഈ പറയുന്ന ഡീഡുകളിലെ റിസൈറ്റലുകൾ പോലും വായിക്കാതെ ഈ പ്രോപ്പർട്ടികളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാതെ അദ്ദേഹം ഒരു വെയ്ഗ് ആയിട്ടുള്ള റിപ്പോർട്ട് ഫയൽ ചെയ്തു. ആ റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിൽ 600 ഏക്കറോളം ഭൂമി വഖഫ് ഭൂമിയായിട്ട് അന്യാധീനപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അന്യാധീനപ്പെട്ട് കിടക്കുന്നത് മുനമ്പത്താണ്. 400 ഏക്കറോളം ഭൂമി, അതിൽ 188 ഏക്കർ ഭൂമി ഇതിനകം കൈമാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞു. ഇത് തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ VS അച്യുതാനന്ദൻ സർക്കാർ 2010-ൽ ഗവൺമെന്റ് ഓർഡർ പുറപ്പെടുവിച്ചു. ഈ ഓർഡറിൽ പറയുന്നത് MA നിസാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്യാധീനപ്പെട്ട വഖഫ് ഭൂമികൾ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 2014-ൽ വീണ്ടും ഈ MA നിസാറും ഈ വഖഫ് സംരക്ഷണ സമിതിയും ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഗവൺമെന്റ് ഓർഡർ 2010-ലെ ഗവൺമെന്റ് ഓർഡർ നടപ്പാക്കാൻ നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 2019-ൽ വഖഫ് ട്രൈബ്യൂണൽ ഈ ഭൂമി സെക്ഷൻ 41 ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യുകയും വഖഫിന്റെ ആസ്തി രജിസ്റ്ററിലേക്ക് ഈ മുനമ്പത്തെ ഭൂമി മുഴുവൻ, ഇപ്പം മുനമ്പത്ത് 404 ഏക്കർ ഭൂമി പോലും ഇല്ല. അതാണ് ഇതിലത്തെ ഏറ്റവും വലിയ തമാശ. 2022-ൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഫയൽ ചെയ്തിട്ടുള്ള അഫിഡവിറ്റ് പ്രകാരം പറയുന്നത് ആ പ്രദേശത്ത് ഇപ്പോൾ 202 ഏക്കർ ഭൂമിയേ ഉള്ളൂ, ബാക്കി ഭൂമി കടലെടുത്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ വഖഫ് ബോർഡ് അതിന്റെ ആസ്തി രജിസ്റ്ററിൽ 404 ഏക്കർ ഭൂമി ഞങ്ങൾക്ക് മുനമ്പത്തുണ്ട് എന്ന് രജിസ്റ്റർ ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ആളുകൾക്ക് കരമടക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. കരമടയ്ക്കാൻ അവിടെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പെർമിഷൻ കൊടുത്തിട്ടും കേരള നിയമസഭയിൽ UDF LDF സംയുക്തമായി ഇടപെട്ടുകൊണ്ട് കയ്യേറ്റക്കാർക്ക് കുടിയേറ്റക്കാർക്ക് നികുതി അടക്കാനുള്ള അവകാശം റവന്യൂ വകുപ്പ് ഈ മനുഷ്യാവകാശം എന്ന നിലയ്ക്ക് ഇവർക്ക് കരമടയ്ക്കാനുള്ള അനുമതി നൽകിയിരുന്നു. അതാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി. താങ്കളിപ്പോൾ ഈ കോടതി നടപടികൾ പഴയ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ച് പറഞ്ഞല്ലോ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോടതി ഉത്തരവ് എന്താണ്? ഈ വഖഫ് സംരക്ഷണ സമിതിക്കാരുടെ ഹർജിയിൽ സർക്കാർ തീരുമാനത്തിന് കോടതി സ്റ്റേ എന്നുള്ളതാണല്ലോ. സർക്കാർ തീരുമാനത്തിന് കോടതി സ്റ്റേ. അപ്പോൾ കോടതിയിലാണ് കാര്യം അല്ലേ? അപ്പോൾ സർക്കാരിനെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നതിൽ എന്താണ് അർത്ഥം? കോടതിയിലല്ല കാര്യം.
കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനം എന്താണ്? കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 2009 MA നിസാർ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പുറപ്പെടുവിച്ച 2010 ഓർഡറുമാണ്. ആ ഓർഡറിന് വിരുദ്ധമായിട്ട് വാക്കാലൊരു നിർദ്ദേശമാണ് സർക്കാർ കൊടുത്തത്. തൽക്കാലം ഇവരോട് കരം മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഈ കേസ് ഹൈക്കോടതിയിൽ വന്നു. അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. കോടതി ഉത്തരവിന് വിരുദ്ധമായിട്ട് കരം മേടിക്കാൻ സർക്കാർ അനുവദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സർക്കാരിനോട് കോടതി ചോദിച്ചു, ഇവരോട് നിങ്ങൾ കരം അടയ്ക്കാൻ പറയുന്നുണ്ടല്ലോ, എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരോട് കരം അടച്ചോളാൻ പറഞ്ഞത്? അതിനുവേണ്ടി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സർക്കാർ പറഞ്ഞു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല, ഓറൽ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. തൽക്കാലം ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ വാക്കാൽ നിർദ്ദേശിച്ചു ജില്ലാ കളക്ടർമാരോടും ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരോടും കരം മേടിച്ചോളാൻ. അപ്പോൾ കോടതി പറഞ്ഞത് എന്താ? ഗവൺമെന്റ് ഓർഡറിന് വിരുദ്ധമായിട്ട് ഒരു ഓറൽ ഡയറക്ഷൻ പുറപ്പെടുവിച്ചാൽ ഓറൽ ഡയറക്ഷൻ നിലനിൽക്കില്ല. ഇപ്പോഴും സർക്കാർ BJPയുടെ പ്രതിനിധി ശങ്കു ടി ദാസ് അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു പ്രസ്താവനയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചർച്ച അവസാനിപ്പിച്ചത്. 2022 കരമടക്കാനായിട്ട് ഉത്തരവ് നൽകുന്നത് വാക്കാലല്ല. അത് വളരെ ഗൗരവമായി തന്നെ 3 പ്രധാനപ്പെട്ട മന്ത്രിമാർ വിശദമായി ചർച്ച നടത്തിയതിന് ശേഷം വഖഫ് ബോർഡിൻ്റെ സിഇഒയുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് ആ ഉത്തരവ് നൽകുന്നത്. കരമടക്കുക എന്നുള്ളത് ഒരു ഫിസിക്കൽ എക്സർസൈസ് ആണെന്നും സർക്കാരിലേക്ക് റവന്യൂ വരുമാനം വരുന്നൊരു കാര്യമാണ്. അങ്ങനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ നമുക്ക് മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണല്ലോ പ്രധാന പ്രശ്നം. ഹൈക്കോടതിയിൽ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓറൽ ഡയറക്ഷൻ ഓൺലി, there is no government order എന്നാണ്. ഇടപെടല്ലേ? താങ്കൾ സംസാരിച്ചപ്പോ അപ്പൊ കരമടക്കാനായിട്ടുള്ള അനുമതി നൽകിയത് രേഖാമൂലം തന്നെയാണ്. ആ ഉത്തരവ് നൽകിയത് രേഖാമൂലം തന്നെയാണ്. അതിനെതിരായി മുസ്ലിം ലീഗിന്റെ 2 പ്രധാനപ്പെട്ട വ്യക്തികൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അവിടെ ഇത് സ്റ്റോപ്പായി. ഇനിയിപ്പോ അത് അവകാശം നമുക്ക് വീണ്ടും പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്വാഭാവികമായിട്ടും കരമടക്കാനായിട്ട് കോടതിയുടെ പരിഗണനയിൽ വന്നൊരു വിഷയമെന്ന നിലയിൽ ഈ മുനമ്പത്ത് കരമടച്ച് അനുഭവിച്ചു പോകുന്ന ആളുകൾക്ക് കരമടക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ അനുമതിക്ക് വേണ്ടി സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിന് വേണ്ടി ഈ വാദങ്ങൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ്. AG ഒരു യാത്രയിലാണ്. അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സർക്കാരിന് വേണ്ടി ഇത് സമർപ്പിക്കും. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ കേസുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ ഒരു കോടതി വ്യവഹാര നടപടികൾ തുടരുകയാണ്. അത് സംബന്ധിച്ചും അടുത്ത ആഴ്ച ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ വേറെ അതിര് കടന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സർക്കാർ ജനങ്ങളോടൊപ്പം തന്നെയാണ്. സർക്കാരിന് ഇതിലൊന്നും ഒളിച്ചു വെക്കാനില്ല. രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ കാര്യമില്ല. 57 മുതലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കിടപ്പാടും ഇല്ലാത്ത ആൾക്ക് കിടപ്പാടും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് LDFന്റെ ഗവൺമെന്റ് 5 ലക്ഷത്തിലധികം വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് കിടപ്പാട് ഉണ്ടാക്കിയിട്ടുള്ള റിപ്പോർട്ട് നൽകാനെടുക്കുന്ന സമയം അതങ്ങനെ വർഷങ്ങൾ എടുത്ത ഒരു പ്രക്രിയ ആയിരുന്നല്ലോ. ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ ഇപ്പോൾ ഫറൂഖ് കോളേജിന്റെയും അതോടൊപ്പം തന്നെ വഖഫ് ബോർഡിന്റെയും നിലപാട് തേടിയിരിക്കുന്നു. എത്ര വേഗം ഉണ്ടാവും അതിൽ? എത്ര വേഗം അതിൽ പ്രതീക്ഷിക്കാം? പല ആളുകൾ പറഞ്ഞല്ലോ, നിസാർ കമ്മീഷനെ നിശ്ചയിക്കുകയും സർക്കാർ ഉത്തരവിട്ട VS ഗവൺമെന്റിന് ശേഷം UDFന്റെ ഗവൺമെന്റ് വന്നല്ലോ. അതിൽ അപാകതകളുണ്ടെങ്കിൽ പരിഹരിക്കാമല്ലോ. ഇവിടെ നമ്മൾ കാണേണ്ടത് കോൺഗ്രസിൻ്റെയും അതുപോലെ ലീഗിൻ്റെയും ആളുകൾ ചെന്ന് ചേർന്നിട്ടുള്ള പ്രതിസന്ധിയും പ്രയാസങ്ങളും നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇവിടെ ഈ ശങ്കുട്ടി ദാസ് പറഞ്ഞതുപോലെ കോടതിയുടെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഭൂമി ഈ കോളേജുമായിട്ട് ചേർന്ന് ഭൂമി വിറ്റത് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പോൾ വക്കീലാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിസന്ധി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നൊന്ന്, ഈ കോളേജിൻ്റെ സൊസൈറ്റി അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കോളേജിൻ്റെ ഭാരവാഹികൾ ഇന്നും അന്നും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാണ്. അവർ നടത്തിയിട്ടുള്ള കച്ചവടവും കാര്യങ്ങളും അതൊക്കെ മറ്റൊരു വിഷയമാണ്. അപ്പോൾ അവർക്കുണ്ടാകാവുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു മുനമ്പം പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാനായിട്ട് പല രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുകയാണ്. CPIMന് അതിൻ്റെ ആവശ്യമില്ല. ഈ സമരം തന്നെ യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കേണ്ടതാണ്. ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ തീരുമാനത്തോട് അവർ വളരെ സംതൃപ്തരാണ്. സമരം അവസാനിപ്പിക്കാൻ സർക്കാർ എന്ത് മുൻകൈ എടുത്തു? തീർച്ചയായിട്ടും ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ എന്താണ് പറയുന്നത്? അവർ അവിടെ കരമടച്ച് ഭൂമി അത് അനുഭവിക്കുന്ന ആളുകൾക്ക്
അവർക്ക് എങ്ങനെ നിയമപരിരക്ഷ കിട്ടാം, അതാണ് ടേംസ് ഓഫ് റെഫറൻസിലെ ഫസ്റ്റ് പ്രിയോറിറ്റി, അതാണ്. അല്ലാതെ മറ്റൊരു കാര്യമല്ല. അവിടുത്തെ റിസോർട്ട് ഉടമകളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭൂമി കയ്യേറിയവരുടെ അതല്ല പ്രശ്നം. അവിടെ ഇതേപോലെ ശ്രീ ശങ്കുട്ടി ദാസ് പറഞ്ഞതുപോലെ ഫാറൂഖ് കോളേജിൽ നിന്നെല്ലാം പണം കൊടുത്തു വാങ്ങിയ ഭൂമിയും അതിൽ താമസിക്കുന്ന ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് തന്നെയാണ് സർക്കാരിൻ്റെ മുൻഗണന. അതിൽ സർക്കാർ ചെയ്യേണ്ട നിയമപരമായി എടുക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ഉപദേശിക്കാൻ കൂടിയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വാക്കുകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് എല്ലാ ആളുകളും സഹകരിച്ചു കഴിഞ്ഞാൽ മറ്റു തടസ്സങ്ങൾ. ഡോക്ടർ എം എൻ കാരശ്ശേരി, ഇപ്പോൾ CPM നിലപാട് വ്യക്തമാക്കിയല്ലോ. സർക്കാർ ഈ കാര്യത്തിൽ ചെയ്യുന്ന കാര്യം എന്നുള്ളത് കോടതി ഉത്തരവിന്റെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. അപ്പോഴും ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചിരിക്കുന്നു. 3 മാസത്തിനകം അന്തിമ റിപ്പോർട്ട് വേണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴും ടേംസ് ഓഫ് റെഫറൻസിൽ കൃത്യമായി പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ കാര്യം, അവിടെ താമസിക്കുന്നവരുടെ കാര്യം തന്നെയാണ്. സ്മൃതി, ഇതിപ്പോൾ വൈകുന്തോറും ഈ സംഗതി വഷളാവുക ചെയ്യാം. അതായത് സമസ്തയിലുള്ള ലീഗ് വിരുദ്ധ വിഭാഗം അവരുടെ ഒരു അവസരമാക്കി എടുത്തിട്ട് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും. അതാണിപ്പോൾ നമ്മൾ കാണുന്നൊരു സംഗതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇവിടെ കേരളത്തിൽ എൻ്റെ നിരീക്ഷണത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിൽ വളരെയധികം അകലം വർദ്ധിക്കുന്നുണ്ട്. അത് ഒന്നുകൂടി കൂട്ടാനാണിത് സഹായിക്കുക. കഴിയുന്ന വേഗം ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയ ലാഭങ്ങളെപ്പറ്റി ചിന്ത ഉണ്ടാവും. ഞാൻ പറയുന്നത് നാട്ടുകാരെ സംബന്ധിച്ച് ഇതിങ്ങനെ പത്രത്തിലും TV യിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അനവധി കാര്യങ്ങൾ, അതെന്താണെന്ന് വിചാരിച്ചാൽ കഴിയുന്നത്ര സാമുദായികമായ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുകയാണ്. അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞിട്ട് സത്വര നടപടിക്ക് ഗവൺമെൻറ് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനൊക്കെ ഉണ്ട്, അത് അതിൻ്റെ സമയം പോലെ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമസ്തയ്ക്കകത്ത് ലീഗ് വിരുദ്ധന്മാരുടെ ഒരു പ്രധാനപ്പെട്ട അവസരമായിട്ട് ഇത് മാറുന്നുണ്ട്. അതിൻ്റെ പരിഭ്രമം ലീഗിനുണ്ടാവും. അപ്പം അതിൻ്റെ പരിഭ്രമം നമുക്കുള്ള എന്താണെന്ന് വെച്ചാൽ സാമുദായികമായ ചേരിതിരിവ് വലിയ പ്രശ്നമായിട്ട് ആണ്. അപ്പം ഇപ്പോൾ എൻ്റെ നാട്ടുകാരൻ ഉമർ ഫൈസി, അദ്ദേഹത്തെ അവർ വിളിക്കുന്നത് തന്നെ സഖാവ് എന്നാണ്. ലീഗുകാർ സമസ്തക്കാരൊക്കെ അദ്ദേഹത്തെ പറയുന്നത് കളിയാക്കി പറയുന്നതാണ്, സഖാവ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പിറകിൽ CPM ഉണ്ടാവാം, എനിക്ക് പറയാൻ പറ്റില്ല, നമുക്ക് അറിയില്ല, അത് അറിയാത്ത കാര്യം എങ്ങനെ പറയാം. പക്ഷെ അവരുടെ താല്പര്യങ്ങളാണത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ വെച്ച് താമസിപ്പിക്കുന്നതിൻ്റെ ഒരു കുറ്റം തീർച്ചയായിട്ടും ഭരണകക്ഷി എന്നുള്ള നിലയ്ക്ക് CPM ഏൽക്കേണ്ടതുണ്ട്. അവരതിൽ ആ തരത്തിൽ അത് തിരിച്ചറിഞ്ഞ് വിവേകത്തോടുകൂടി പെരുമാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ശരി, ഡോക്ടർ ഫസൽ ഗഫൂർ, CPM-നും സർക്കാരിനും ഇതിങ്ങനെ ഒരു വഴിക്കങ്ങ് പോകട്ടെ, അതങ്ങ് നീണ്ടു പോകട്ടെ എന്നൊരു നിലപാടുള്ളതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? താങ്കൾ നേരത്തെ പറഞ്ഞു സർക്കാരിന് ഇപ്പോൾ പരിമിതികളുണ്ട്, കോടതിയുടെ മുന്നിലാണ് കേസ് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ ലീഗിനൊരു സംയമനത്തിൻ്റെ രീതിയും സംയമനത്തിൻ്റെ ഭാഷയുമുണ്ട്. പക്ഷെ അത് ലീഗിൽ ഒരു വിഭാഗം അത് കൈവിടുകയാണോ? അല്ല, അതിൽ ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം തന്നെ ഈ 3 കക്ഷികളും BJP, ഇടതുപക്ഷം അല്ലെ വലതുപക്ഷം, ഇവർ 3 തൽക്കാലം ഇതിൽ ഇടപെടാതിരിക്കുന്നത്. ഇവരിടപെടുന്നത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പല രീതിയിൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും, നല്ലതുണ്ടാവും, ചീത്തയായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ആദ്യം തന്നെ അത് നിർത്തിവെച്ചാൽ തന്നെ കുറേയേറെ ശല്യങ്ങൾ തീരും. രണ്ടാമത്തെ കാര്യം, അതായത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റോൾ എന്താണെന്നും കൂടെ ഞാൻ പറയാം. നമുക്ക് വേണ്ടത് ഡോക്യുമെൻ്റാണ്.
ഞാൻ ചോദിച്ചിട്ടില്ലേ ഒറിജിനൽ ഡോക്യുമെൻ്റ് വഖഫാണോ അല്ലേ എന്നുള്ള തർക്കം നടക്കണം. ഞാൻ ഒറിജിനൽ ഡോക്യുമെൻ്റ് കണ്ടിട്ടുള്ള ആളാണ്. ആ ഒറിജിനൽ ഡോക്യുമെൻ്റ് വഖഫാണ്. ഞാൻ ആദ്യം ഈ ചാനൽ വന്നിരുന്നു പറഞ്ഞ് ആദ്യം ഫറൂഖ് കോളേജ് കമ്മിറ്റി പറഞ്ഞതനുസരിച്ച് ഗിഫ്റ്റ് ഡീലാണെന്ന് വിചാരിച്ചിരുന്നത്. എനിക്ക് കിട്ടിയ ഇതനുസരിച്ചിട്ട് അത് വഖഫാണ്. അപ്പോൾ അതുകൊണ്ട് മുനമ്പത്തെ ആൾക്കാരെ അത് ബാധിക്കുന്നില്ല. മുനമ്പത്തെ ആൾക്കാരെ ഇവിടെ ഒരാൾക്കും പുറത്താക്കാൻ പറ്റില്ല. അപ്പോൾ ആ നിലക്ക് മനസ്സിലായില്ലേ, നമ്മൾ വെറുതെ ഇത് കൂട്ടിക്കുഴഞ്ഞ് അത് ഇനിയിപ്പോൾ സമസ്തയിലെ മറ്റേ വിഭാഗം അത് ശരി തന്നെയാണ്. അത് പുറത്താക്കാൻ പറ്റില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഡോക്ടർ ഫസൽ ഗഫൂർ, അത് വഖഫ് ബോർഡ് എടുക്കുന്ന നിലപാടിനനുസരിച്ചാണല്ലോ. ഇന്ന് വഖഫ് ബോർഡ് അങ്ങനെ നിലപാടെടുത്തിട്ടില്ല. നാളെ എന്താണ് തീരുമാനിക്കുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയും കാണാമല്ലോ. അല്ല, ഞാൻ പറയട്ടെ, അതൊക്കെ തെറ്റായ ധാരണയാണ് സുധീഷ്. വഖഫ് ബോർഡിൻ്റെ മുകളിൽ വഖഫ് കോർട്ടുണ്ട്, അതിൻ്റെ നേരെ മുകളിൽ ജില്ലാ കോടതിയുണ്ട്, അതിൻ്റെ മുകളിൽ ഹൈക്കോടതിയുണ്ട്. ഞങ്ങളൊക്കെ ഇതിലൊക്കെ ഒരുപാട് കേസുകളിൽ പോയിട്ടുള്ളതാണെന്നേ. ആ സുപ്രീം കോടതിയുണ്ട്. കാരണം ഞങ്ങൾ ഒരുപാട് സ്വത്തും ഇതൊക്കെ ഉള്ള, ഞങ്ങൾക്ക് വഖഫ് വളരെ കുറവാണ്, എന്നാലും സ്വത്തൊക്കെ ഉള്ള സംഘടനയല്ലേ. അപ്പോൾ അങ്ങനെ അത് അവിടെ വെച്ചിട്ട് വഖഫ് ബോർഡ് വിചാരിച്ചാൽ എല്ലാ ചുക്കും എല്ലാം ഒന്നും ആളെടുത്ത് കടലിലെറിയാൻ പറ്റും. അതൊക്കെ തെറ്റായ ധാരണ, വെറുതെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ പരിപാടി എന്താ വേണമെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. ഓരോ ഡോക്യുമെൻറ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ആദ്യം ഫറൂഖ് കോളേജ് ആ ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇത് വഖഫാണോ അല്ലേ എന്നുള്ളത്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും പഠിച്ച് കാരണം ഇതെന്താ നമ്മൾ രണ്ട് കൂട്ടരോടും വഖഫ് ബോർഡിനോടും ഫറൂഖ് കോളേജിനോടും അതെ, അതാണ് എക്സാക്ട്ലി ഞാൻ പറഞ്ഞല്ലോ. ഒറ്റ മിനിറ്റ് ശ്രുതി, ഫറൂഖ് കോളേജ് കമ്മിറ്റി അവിടെ വന്ന് മുസ്ലിം സംഘടനാ മീറ്റിങ്ങിൽ പറഞ്ഞത് ഇത് വഖഫ് അല്ലെന്നാ. അപ്പോൾ മുസ്ലിം സംഘടനകൾ തന്നെ അവിടെ ആൾക്കാരിരുന്ന് പറയണ്ട, അല്ലല്ല ശരിയല്ല ഇത് വഖഫാണെന്ന് അവരപ്പോൾ തന്നെ പറയുന്നത്. ഇപ്പോഴും ഞാൻ പറയട്ടെ, ഭൂരിപക്ഷം മുസ്ലിം സംഘടനകളും വിശ്വസിക്കുന്നത് വഖഫ് തന്നെയാണ്, വഖഫ് തന്നെയാണ്. അപ്പോൾ ആ നിലക്കുള്ള പ്രശ്നം എന്താണെന്നുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡോക്യുമെൻറ്റേഷൻ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നല്ല പ്രചരണം നടക്കുന്നുണ്ട്. എന്താ പ്രചരണം നടക്കുന്നത്? അതായത് മറ്റേ ഇവിടെ നിന്ന് ഹൈക്കോടതിയിൽ അങ്ങനെയല്ല വിധി വന്നത്, നിങ്ങൾ റിക്കൺസിലിയേഷന് പോകുന്നതാണ് വിധി വന്നത്. മറ്റേ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ പറഞ്ഞാൽ അങ്ങനെയൊന്നല്ല വന്നത്. ഞാൻ സക്കീറിനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, വഖഫ് മന്ത്രി മറ്റവരായിട്ട് എല്ലാവരായിട്ടും ബന്ധപ്പെട്ടപ്പോൾ നൽകുന്നു. പക്ഷെ നിലവിലെ സ്ഥിതി എന്താണ്? അവിടെ താമസിക്കുന്നവർക്ക് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, കരമടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അല്ലേ എത്തിയിരിക്കുന്നത്? അതല്ലേ ഇപ്പോഴത്തെ സാഹചര്യം? ആണ് 100%. അപ്പൊ പിന്നെ എന്താണ് അത്? അതൊരു വഖഫ് സംരക്ഷണ സമിതി തീരുമാനിച്ചപ്പോൾ നടപ്പായില്ലേ? താങ്കൾ ഈ പറഞ്ഞ വഖഫ് ബോർഡിന് പോലും പറ്റില്ല എന്ന് പറയുന്ന കാര്യം വഖഫ് സംരക്ഷണ സമിതി സാധിച്ചെടുത്തിരിക്കുന്നു. അല്ല, അതെന്താണെന്ന് വെച്ചാൽ ശ്രുതി, വഖഫ് പൊതുകാര്യം, മുസ്ലിമുള്ള പൊതുകാര്യമുണ്ട്. എനി ഇൻഡിവിജ്വൽ ക്യാൻ ഗോ ആൻഡ് ഗിവ് എ കേസ്. MES-നെതിരായിട്ട് എനി ഇൻഡിവിജ്വൽ കനോട്ട് ഗിവ് എ കേസ്. കേസ് ക്യാൻ ഓൺലി ബി ഗിവൺ ബൈ എ മെമ്പർ ഓഫ് ദ ഓർഗനൈസേഷൻ. ഇത് തിരിച്ചാണ്. അതായത് അള്ളാഹുവിന് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സമുദായത്തിന് വേണ്ടി സമർപ്പിക്കുന്നതായതുകൊണ്ട് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ വഖഫ് സംരക്ഷണ സമിതിയിലുള്ളവർ ആരും ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ ആൾക്കാരൊന്നുമില്ല. മുഖ്യധാര പാർട്ടിയുടെ ആൾക്കാരല്ല. അവരാരും. അപ്പോൾ ആ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ല ലീഗിനെ അറിയാമായിരിക്കും, എനിക്കറിഞ്ഞൂടാ. കാരണം ആ ആൾക്കാരൊന്നും എനിക്കറിയാത്ത ആൾക്കാരായതുകൊണ്ട് എനിക്കറിഞ്ഞൂടാ. അവർ ആ പ്രദേശത്തുള്ള ആൾക്കാരാണെന്നുള്ള കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ. അല്ല ലീഗിന് ചിലപ്പോൾ അറിയണ്ടാവും. കാരണം ലീഗ് പൊളിറ്റിക്കലായതുകൊണ്ട് അവിടെ ലോക്കലി അവർ കണ്ടുപിടിച്ചാണ് ഇവരാരാന്നുള്ളതൊക്കെ. ഏതായാലും ഒരു കാര്യമുണ്ട്, ഞാൻ തീർത്ത് പറയാം, ഇതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഇത് വേഗത്തിൽ ഗവൺമെൻറ് ഇത് അവസാനിപ്പിക്കണം. അത് ഗവൺമെൻറ്റിന് ക്ഷീണം പറ്റുന്നതാണ്. അതിൽ ഉണ്ണികൃഷ്ണൻ്റെ മാതിരിയുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് MLA-മാർ, പ്രത്യേകിച്ച് അവിടെ നിന്ന് ഇടതുപക്ഷ MLA-മാരൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. അവിടെ വെറും ലത്തീൻ കത്തോലിക്ക MLA-മാർ മാത്രമല്ല, ലത്തീൻ കത്തോലിക്ക കോൺഗ്രസ് MLA-മാർ മാത്രമല്ല ഉള്ളത്. അപ്പുറത്ത് ഇഷ്ടംപോലെ MLA-മാരുണ്ട്. അത് കൊടുങ്ങല്ലൂരൊക്കെ പെടുത്തണം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, നമ്മൾ വിചാരിക്കുമ്പോൾ മാതിരിയല്ല അത്. കാരണം ആ ഒരു 8 കിലോ നമ്മുടെ ഇത് കടന്നു കഴിഞ്ഞാൽ തന്നെ, ചെറായിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് 10 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ മുനമ്പത്തേക്ക്. അപ്പോൾ ആ ഏരിയ അടക്കമുള്ള ഏരിയയിലെ MLA-മാർ, പറവൂരത്തെ MLA ആണ് VD സതീശൻ, അതും ഒരു 10 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അങ്ങോട്ടേക്ക് മുനമ്പത്തേക്ക്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. ഇവരിത്ര സീരിയസ് അല്ലാതെ എന്തെങ്കിലും വിടുവായിത്തരം ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ട് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും അത് ഈ ഒരു സമയത്ത് തൽക്കാലം സംസാരമെങ്കിലും കുറക്കുക എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ശരി, ആ സംസാരം കുറയ്ക്കാൻ ഇപ്പോൾ ലീഗ് ഔദ്യോഗിക നേതൃത്വം പ്രധാനപ്പെട്ട നേതാക്കളോട് ഇപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എത്രത്തോളം അത് മുഖവിലക്കെടുക്കുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. വേഗത്തിലുള്ള പരിഹാരമാണ് ആഗ്രഹിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ ഇതിലൊരു തീരുമാനം, ജുഡീഷ്യൽ കമ്മീഷന്റെ തീരുമാനം വരുമെന്നാണ് ഇപ്പോൾ ശ്രീ KN ഉണ്ണികൃഷ്ണൻ MLA വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. സമാധാനപരമായ പരിഹാരം, അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ തന്നെ ജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പു നൽകുന്ന പരിഹാരം, അതാണ് കേരളവും ആഗ്രഹിക്കുന്നത്. വളരെ നന്ദി ഡോക്ടർ ഫസൽ ഗഫൂർ, KN ഉണ്ണികൃഷ്ണൻ, ശങ്കുട്ടി ദാസ്, ഡോക്ടർ MN കാരശ്ശേരി ചർച്ചയിൽ പങ്കെടുത്തത്.
with Smriti Parithikkad.